ലോകത്തെവിടെയായാലും ഒരു മലയാളി ചെറിയൊരു നേട്ടം കൈവരിച്ചാൽ അയാളെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ രീതി. ലോകത്തെ അതിസമ്പന്നരിൽ ഒരാളും സിനിമാ നിർമ്മാതാവും മനുഷ്യാവകാശ കമ്മീഷൻ തമിഴ്നാട് വൈസ് പ്രസിഡന്റുമൊക്കെ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു മലയാളിയെക്കുറിച്ച് കേട്ടു. ഡോക്ടർ ആഷ്ലിൻ ബെൽമൻ. ഇൻസ്റ്റഗ്രാമിൽ പരിശോധിച്ചപ്പോൾ 31 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. 20 ലക്ഷം കോടി ആസ്തിയുള്ള മലയാളിയെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തണമെന്ന് കരുതി ന്യൂസ് 18 ഇയാളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പേര് നമ്മൾ കേട്ടു തുടങ്ങിയത്. ലിങ്ക്ഡിനും വിവിധ വെബ്സൈറ്റുകളും സമൂഹ മാധ്യമ അക്കൗണ്ടുകളും പരിശോധിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഞെട്ടലുളവാക്കുന്ന കാര്യങ്ങളാണ്. ആഷ്ലിൻ ബെൽമന്റെ ആഗോള തട്ടിപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ലോകത്തെ അതിസമ്പന്നരിൽ ഒരാൾ, സിനിമാ നിർമ്മാതാവ്, തമിഴ്നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷൻ വൈസ് പ്രസിഡന്റ്, പ്രസ് ക്ലബ് യൂണിയൻ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ അലങ്കരിക്കുന്ന മലയാളി. കൊച്ചി പോലീസ് തിരയുന്ന ഡോക്ടർ ആഷ്ലിൻ ബെൽമന്റെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളാണിത്. മരടിൽ ഗുണ്ടാ സംഗമം സംഘടിപ്പിച്ച കേസിന് പിന്നാലെയാണ് ആഷ്ലിൻ എന്ന രാജ്യാന്തര ക്രിമിനലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയത്. തിരുവനന്തപുരം സ്വദേശിയായ ഇയാൾ ആഗോള തട്ടിപ്പുകാരനെന്നാണ് വിവരം. കുപ്രസിദ്ധ ഗുണ്ട പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളിയായ ആഷ്ലിൻ ദുബായിലടക്കം തട്ടിപ്പ് നടത്തിയതായി സൂചനയുണ്ട്. രാജ്യാന്തര ബിസിനസ്സുകാരനെന്നും 897 ബില്യൺ ദിർഹം ആസ്തിയുള്ള സ്ഥാപനത്തിന്റെ മേധാവിയെന്നും അവകാശപ്പെടുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ ആഷ്ലിൻ ബെൽമൻ, VIP ഗ്രൂപ്പിന്റെ MD ആണ്. കൊച്ചി മരടിൽ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ച കേസിൽ പോലീസ് തിരയുന്ന ക്രിമിനലാണ് ആഷ്ലിൻ ബെൽമൻ എന്ന തിരുവനന്തപുരം കളിയിക്കാവിള സ്വദേശി. മരടിൽ VIP ഗ്രൂപ്പ് എന്ന പേരിൽ സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങിയത് ആഷ്ലിൻ ബെൽമനാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ സംഭവം നടന്ന് ഒരാഴ്ചയായിട്ടും ഇയാളെ കണ്ടെത്താൻ മാത്രം കഴിഞ്ഞിട്ടില്ല. കുപ്രസിദ്ധ ഗുണ്ട പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളിയായ ആഷ്ലിൻ ദുബായിലടക്കം തട്ടിപ്പ് നടത്തിയതായ ചില സൂചനകൾ മാത്രമാണ് പോലീസിന് ഇതുവരെ ലഭിച്ചത്. എന്നാൽ ഇയാളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. രാജ്യാന്തര ബിസിനസ്സുകാരനെന്നും സിനിമാ നിർമ്മാതാവെന്നുമാണ് ഇയാൾ സ്വയം അവകാശപ്പെടുന്നത്. 897 ബില്യൺ ദിർഹം ആസ്തിയുള്ള സ്ഥാപനത്തിന്റെ മേധാവിയെന്ന് ലിങ്ക്ഡിനിൽ ഉൾപ്പെടെ വിശദീകരിക്കുന്നുണ്ട്. 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ആഷ്ലിന്റെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ ആഷ്ലിൻ എന്നാണ്. തമിഴിലും തെലുങ്കിലും കന്നഡയിലുമായി 6 സിനിമകൾ നിർമ്മിച്ചു എന്നും അടുത്തത് മലയാളത്തിലാണെന്നും വ്യക്തമാക്കി ആഷ്ലിൻ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖവും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്റെ ലൈഫ് സ്റ്റോറി ചെയ്യാനാണ് ആദ്യ ആഗ്രഹം. മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാതും ചെയ്തു, പക്ഷെ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതല്ലേ. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഒരുപാട് പേര് ഈ ഫീൽഡിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനും എല്ലാ രീതിയിലും നമുക്ക് സത്യം പറഞ്ഞ സിനിമ നമുക്ക് പറയാനും കാണാനും അറിയാം, ബാക്കിയുള്ളതൊന്നും അറിയത്തില്ല. നമുക്ക് ഈ ഫീൽഡിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ എല്ലാ ഫീൽഡിലും പറ്റിക്കണ എല്ലാത്തിലും ഉണ്ട്. നമ്മൾ ആ രീതിക്ക് നമ്മൾ നോക്കി നമ്മൾ കുളിയുന്ന അതിലിട്ട് നമ്മൾ അതിൽ ചാടാൻ പറ്റും. മരടിൽ ഗുണ്ടാ മീറ്റപ്പിനിടെ പോലീസ് പിടിച്ചെടുത്ത വാഹനത്തിൽ നിന്ന് ഒരു തോക്കും കത്തിയും ഉൾപ്പെടുന്ന മാരകായുധങ്ങൾ കണ്ടെടുത്തിരുന്നു. ആഷ്ലിൻ ഉപയോഗിച്ചിരുന്ന ഈ ആഡംബരക്കാരന്റെ മുന്നിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന പേരിൽ ചുവപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വ്യക്തമായത് മനുഷ്യാവകാശ സംഘടനയുടെ പേരിലും ഇയാൾ തട്ടിപ്പ് നടത്തിയെന്നാണ്. തമിഴ്നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ വൈസ് പ്രസിഡന്റ് എന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. ഇയാൾ പതിവായി യാത്ര ചെയ്യുന്നത് ഈ ബോർഡ് വെച്ചാണെന്നും കണ്ടെത്താൻ കഴിഞ്ഞു. ഇതുകൊണ്ടും തീർന്നില്ല ഇയാളുടെ തട്ടിപ്പ് കഥ. തമിഴ്നാട്ടിലെ പ്രസ് ക്ലബ് യൂണിയന്റെ പ്രസിഡന്റാണ് ആഷ്ലിൻ എന്നും സ്വയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ഇയാളാണ്
ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ PhD നേടിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഡോക്ടർ ആഷ്ലിൻ ബെൽമൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ആവേശം സിനിമാ മോഡലിൽ റീൽസും ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തെ പോലെ ദേഹമാസകലം ആഭരണങ്ങളും അണിഞ്ഞ് രംഗത്തെത്തുന്ന ആഷ്ലിന്റെ തട്ടിപ്പിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. ഇയാളുടെ സാമ്പത്തിക ഉറവിടവും പരിശോധിക്കണം. നമസ്കാരം, ഞാൻ ഡോക്ടർ ആഷ്ലിൻ ബെൽമൻ, VIP ഗ്രൂപ്പിന്റെ MD ആണ്. ടോം കുര്യാക്കോസ്, ന്യൂസ് 18, കൊച്ചി. വിക്കിപീഡിയയിലും ലിങ്ക്ഡിനിലും ലഭ്യമാകുന്ന വിവരങ്ങൾ പൊതുവെ വിശ്വാസയോഗ്യമാണ്. എന്നാൽ ആ ലിങ്ക്ഡിനെയും ഇൻസ്റ്റഗ്രാമിനെയും വരെയും കബളിപ്പിച്ച വിരുദ്ധനാണ് ആഷ്ലിൻ ബെൽമൻ. ഇൻസ്റ്റഗ്രാമിൽ ഇയാൾക്ക് 31 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും മുൻനിര സിനിമാ താരങ്ങൾക്ക് പോലും ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാകില്ല. പോലീസ് തിരയുമ്പോഴും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുകളുമായി ആഷ്ലിൻ നിറഞ്ഞാടുകയാണ്. ഇതിലും കൗതുകകരമായ ഒരു കാര്യം കൂടി അറിയണം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ലോക് ബന്ധു ഫൗണ്ടേഷന്റെ ആസാദി പുരസ്കാര വേദിയിലും ആഷ്ലിനെ കണ്ടു. മികച്ച സംരംഭകനും സിനിമാ നിർമ്മാതാവിനുമുള്ള ആസാദി പുരസ്കാരം ലഭിച്ചത് ഇയാൾക്കാണ്. ഡോക്ടർ ആഷ്ലിൻ ബെൽമൻ എന്ന പേരിലുള്ള ഇൻസ്റ്റഗ്രാം പേജ് പിന്തുടരുന്നത് 31 ലക്ഷം ആളുകളാണ്. അതായത് 3.1 മില്യൺ ഫോളോവേഴ്സ്. കേരളത്തിലെ മുൻനിര സിനിമാ താരങ്ങൾക്കോ മുഖ്യമന്ത്രിക്കോ പോലും ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാകില്ല. ഇൻസ്റ്റഗ്രാമിൽ ഇത്രയും ഫോളോവേഴ്സിനെ സൃഷ്ടിച്ചതും കൃത്രിമം കാട്ടിയാണെന്ന് സൂചനയുണ്ട്. പെയ്ഡ് പ്രൊമോഷൻ നൽകിയാൽ പോലും ഇത്രയും ഫോളോവേഴ്സിനെ ലഭിക്കില്ലെന്നാണ് സൈബർ വിദഗ്ധർ പറയുന്നത്. മരടിൽ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ച കേസിൽ പോലീസ് തിരയുമ്പോഴും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുകളുമായി ആഷ്ലിൻ ബെൽമൻ സജീവമാണ്. ഗുണ്ടാ മീറ്റപ്പിനിടെ 13 ഗുണ്ടകൾ പിടിയിലായെങ്കിലും ഇയാൾ പോലീസിനെ കണ്ട് രക്ഷപ്പെട്ടിരുന്നു. അതിനു പിന്നാലെ കേരളം വിട്ട ഇയാൾ തമിഴ്നാട്ടിലുണ്ടെന്നാണ് സൂചന. അതിനിടെ കഴിഞ്ഞ ദിവസം ലോക് ബന്ധു ഫൗണ്ടേഷന്റെ ആസാദി പുരസ്കാര വേദിയിലും ആഷ്ലിൻ ഉണ്ടായിരുന്നു എന്നും വിവരം ലഭിച്ചു. മികച്ച സംരംഭകനും സിനിമാ നിർമ്മാതാവിനുമുള്ള ആസാദി പുരസ്കാരം ലഭിച്ചത് ആഷ്ലിനാണ്. CPM നേതാവ് MV ജയരാജനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ചിത്രം ഉൾപ്പെടെ ഇയാൾ പുറത്തുവിട്ടിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഉൾപ്പെടെ കോഴിക്കോട് വെച്ച് നടന്ന ചടങ്ങിൽ ആസാദി പുരസ്കാരം ലഭിച്ചിരുന്നു. ഇയാളുടെ തട്ടിപ്പിൽ കുടുങ്ങിയവരിൽ നിരവധി സിനിമാ താരങ്ങളും ഉണ്ട് എന്നാണ് വിവരം. സിനിമാ നിർമ്മാണ കമ്പനിയിൽ പണം നിക്ഷേപിച്ചാൽ ലക്ഷങ്ങൾ ലാഭം നൽകാമെന്ന് പറഞ്ഞ് ഇയാൾ പണം തട്ടിയിരിക്കാമെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ടോം കുര്യാക്കോസ്, ന്യൂസ് 18, കൊച്ചി. സൗഹൃദങ്ങളിലെ വിള്ളലുകൾ വളരെ വേഗമാണ് ശത്രുതയായി മാറുക. സുഹൃത്തുക്കൾ തമ്മിലുള്ള ചെറിയ വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ വിരോധത്തിൽ കൊല്ലം കണ്ണനല്ലൂർ സ്വദേശി അജാസിന് നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനം. കാറിൽ തട്ടിക്കൊണ്ടുപോയി സുഹൃത്തുക്കൾ ചേർന്ന് അജാസിനെ മർദ്ദിച്ച് അവശനാക്കി. ഒടുവിൽ 7 പ്രതികളെയും കണ്ണനല്ലൂർ പോലീസ് പിടികൂടി. ഇവർ സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 19 രാത്രി 10 മണിക്ക് കണ്ണനല്ലൂർ വടക്കേമുക്കിൽ വെച്ചാണ് അജാസ് എന്ന യുവാവിനെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് മർദ്ദിച്ച് അവശനാക്കുകയും വഴിയിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു. കണ്ണനല്ലൂർ സ്വദേശിയായ അഷ്കറിന്റെ നേതൃത്വത്തിൽ 43 വയസ്സുള്ള അജയൻ, 41കാരൻ സാബു, 35 വയസ്സുള്ള ദിങ്കൻ, 31 വയസ്സുള്ള കബീർ, 30 വയസ്സുകളുള്ള ഷെരീഫ്, വിഷ്ണു എന്നിവരാണ് പിടിയിലായത്. അക്രമം നടത്തിയ അഷ്കറുമായുള്ള വാക്കുതർക്കമാണ് വിരോധത്തിലും തട്ടിക്കൊണ്ടുപോയി മർദ്ദനത്തിലും കലാശിച്ചത്. അജാസിനെ ക്രൂരമായി സംഘം ചേർന്ന് മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. തുടർന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും പൈസയും തട്ടിയെടുത്തെന്നും അജാസ് മൊഴി നൽകി. പരാതിയിൽ കേസെടുത്ത കണ്ണനല്ലൂർ പോലീസ് 7 പ്രതികളെയും പിടികൂടുകയായിരുന്നു. ഇവർ സഞ്ചരിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ഓടുന്ന വാഹനങ്ങൾ പിന്തുടർന്ന് പരിശോധന നടത്തരുതെന്ന്
പോലീസുകാർക്ക് DGPയുടെ നിർദ്ദേശമുള്ളതാണ്. എന്നാൽ ആ ഉത്തരവെല്ലാം കാറ്റിൽ പറത്തിയാണ് പാലക്കാട് പട്ടാമ്പി പോലീസ് 16-കാരനെ മർദ്ദിച്ചത്. കുട്ടികൾ ബൈക്ക് ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് അവരെ തുടർന്ന് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി മർദ്ദിച്ചെന്നാണ് പരാതി. ഓങ്ങല്ലൂർ പാറപ്പുറ സ്വദേശി മുസ്തഫയുടെ മകൻ തുഹാനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആളുമാറിയാണ് പോലീസ് മർദ്ദിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശിയായ പാറപ്പുറം മുസ്തഫയുടെ മകൻ 16-കാരനായ തൊഹ്വാനെ പോലീസ് വീട്ടിൽ കയറി മർദ്ദിച്ചു എന്നാണ് വീട്ടുകാരുടെ പരാതി. രാവിലെ പോലീസ് പട്രോളിങ്ങിനിടെ ഓങ്ങല്ലൂർ കാരക്കോട് വെച്ച് കുട്ടികൾ ബൈക്കോടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് അവരെ പിന്തുടർന്നു. വാഹനം നിർത്തി വീട്ടിലേക്ക് ഓടിക്കയറുന്നത് കണ്ട പോലീസ് വീട്ടിൽ കയറി വിദ്യാർത്ഥിയെ തോളിൽ പിടിച്ച് വലിച്ചിറക്കി. പിന്നീട് മർദ്ദിച്ചു എന്നും പരാതിയിൽ പറയുന്നു. കുട്ടി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പോലീസ് ആളുമാറിയാണ് മർദ്ദിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടി വീട്ടുകാർ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. ASI ജോയ് ആയിരുന്നു പട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പരാതിയിൽ പറയുന്നു. കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും ആളുമാറിയോ എന്നതിൽ വ്യക്തതയില്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 പാലക്കാട്. മലയാളികളെ ഒരു രാത്രിയും പകലും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയതാണ് 13-കാരിയുടെ തിരോധാനം. അസം സ്വദേശികളുടെ മകളായ പെൺകുട്ടി തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് നാടുവിടാനുള്ള കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടാണ് അവൾ സ്വന്തം അമ്മയോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കാത്തത്? വിശാഖപട്ടണത്ത് ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും ഇപ്പോഴും ഇക്കാര്യത്തിൽ ചില അവ്യക്തതകളുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് മർദ്ദനമുണ്ടായത് കൊണ്ടാണോ നാട് വിട്ടുപോകാൻ ശ്രമിച്ചതെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. കഴക്കൂട്ടം വനിതാ SIക്കും ശിശുക്ഷേമ സമിതി അംഗങ്ങൾക്കുമൊപ്പം ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് പുറപ്പെട്ട പെൺകുട്ടിയെ മാതാപിതാക്കൾക്ക് ഉടൻ തന്നെ കൈമാറും. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിനിയായ 13 വയസ്സുകാരിയെ വിശാഖപട്ടണത്ത് നിന്ന് തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കേരള പോലീസിന്റെ 5-അംഗ സംഘമാണ് വിജയവാഡയിലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെയോടെ അവർ വിജയവാഡയിലെത്തും. അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷമായിരിക്കും വിശാഖപട്ടണത്ത് എത്തിച്ചേരുക. അവിടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിൽ ഇപ്പോൾ കഴിയുന്ന കുട്ടിയെ നേരിൽ കണ്ട് അവിടെ നിന്ന് നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും താത്വികമായി ഈ പോലീസ് സംഘം തിരികെ നാട്ടിലേക്ക് മടങ്ങുക. സ്വാഭാവികമായി ശനിയാഴ്ച രാവിലെ നാട്ടിലെത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ വിജയവാഡയിൽ നിന്ന് തിരിക്കുന്നത് പോലെയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. സ്വാഭാവികമായി നിലവിലെ നിയമ നടപടിക്രമങ്ങളൊക്കെ അവിടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും നാട്ടിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോലീസ് കടക്കുക. കുട്ടി ആരോഗ്യവതിയായി ഇരിക്കുന്നുവെന്നും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പുതിയ വസ്ത്രങ്ങൾ നൽകി അവൾക്ക് ഭക്ഷണം നൽകിയെന്നൊക്കെയാണ് ഈ മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി ഇവിടെ നിന്ന് കുട്ടി ഈ ട്രെയിൻ കയറി വിശാഖപട്ടണത്തേക്ക് എത്താനിടയായ സാഹചര്യം അതടക്കം വിശദമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അവൾ അസമിലേക്ക് പോവുകയായിരുന്നു, അസം തന്നെയായിരുന്നു അവളുടെ ലക്ഷ്യമെന്ന് ഏറെക്കുറെ പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല അതോടൊപ്പം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത് മാതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മർദ്ദനമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നാടുവിടാൻ കാരണമെന്ന് പെൺകുട്ടി തന്നെ ഇതിനോടകം സമ്മതിച്ച ഒരു സാഹചര്യം. അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കും. മാതാപിതാക്കളെ പെൺകുട്ടിയെ ഇവിടെ എത്തിച്ചതിന് ശേഷം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതടക്കമുള്ള കാര്യങ്ങളിൽ തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം സമാന്തരമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നുമാണ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ ഓൾറെഡി തിരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് 4 ഉച്ചക്ക് അവിടെ എത്തും. വിജയവാഡ ട്രെയിനിൽ വിജയവാഡയിൽ നിന്ന് വിശാഖപട്ടണം 4 ഉച്ചക്ക് അവിടെ എത്തും. അവിടെ ഓൾറെഡി ഞങ്ങൾ CWCനോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ CWC ചെയർപേഴ്സൺ രാധ മേഡമാണ്. മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്, കേസെല്ലാം ബ്രീഫ് ചെയ്തിട്ടുണ്ട്.
ഉടനെ പെട്ടെന്ന് എല്ലാ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉടനെ പെട്ടെന്ന് അവിടെ നിന്ന് നാളെ തന്നെ തിരിച്ച് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യുന്നു. മജിസ്ട്രേറ്റ് മുമ്പ് ഹാജരാക്കും, കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത നടപടികൾ ചെയ്യും. ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്ത് ഓഫീസിൽ സംഘർഷം. പഞ്ചായത്ത് സെക്രട്ടറി BJ ജോജോയും പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് KK മനോജുമായി ഉണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അഡ്വക്കേറ്റ് KK മനോജിന്റെ അമ്മയുടെ പേരിൽ അനുവദിച്ച വീടിന്റെ എഗ്രിമെന്റ് വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത്. ഇരുവരും ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് രണ്ടുപേരുടെയും പരാതികൾ പരിശോധിക്കുന്നുണ്ട്. പൊതുപ്രവർത്തകനും മുൻ SC/ST കമ്മീഷൻ അംഗവുമായ അഡ്വക്കേറ്റ് KK മനോജിന്റെ മാതാവിന്റെ പേരിൽ അനുവദിച്ച വീടിന്റെ എഗ്രിമെന്റ് വെക്കുന്നതിനായി പഞ്ചായത്ത് ഓഫീസിൽ എത്തിയപ്പോഴാണ് പഞ്ചായത്ത് സെക്രട്ടറി VJ ജോജോയുമായി വാക്കുതർക്കമുണ്ടായത്. എഗ്രിമെന്റ് ഒപ്പിടുന്നതിനാവശ്യമായ രേഖകൾ പര്യാപ്തമല്ലെന്നും എഗ്രിമെന്റ് വെക്കാൻ കഴിയില്ലെന്നും സെക്രട്ടറി VJ ജോജോ മനോജിനെയും മാതാവിനെയും അറിയിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. ഇരുവരും ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. നിരവധി തവണ വീടിനാവശ്യമായ രേഖകൾ ഹാജരാക്കിയെങ്കിലും നടപടികൾ പൂർത്തിയാക്കുവാൻ സെക്രട്ടറി തയ്യാറായില്ലെന്നാണ് KK മനോജിന്റെ ആരോപണം. തന്റെ അമ്മയെ കൂട്ടി ഓഫീസിലെത്തി കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കുന്നതിനിടെ സെക്രട്ടറി അസഭ്യവാക്കുകൾ പ്രയോഗിക്കുകയും തന്നെ മർദ്ദിക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ഞാൻ ഈ ചെന്ന ഈ സെക്രട്ടറി പേരെന്നറിയും പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പുറത്ത് വേണം നോക്കാം, അത് വേണം നോക്കാൻ. ഞാനൊരു കമ്മീഷൻ മുമ്പായിട്ട് 6 വർഷമായിരുന്നാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഞാൻ 6 വർഷക്കാലം SC/ST പോകാറുണ്ട്. എന്നോട് ഇതാണെങ്കിൽ സാധാരണ പട്ടികക്കാരനത് എന്താണ് എന്നുള്ളതെങ്കിൽ ചിന്തിക്കണം. എൻ്റെ അമ്മയെ ചങ്കുപറ്റി ചന്ദ്രനേ ഉള്ളൂ. ഞങ്ങൾ 3 വർഷമായിട്ട് വാടക വീടുന്നുണ്ട്. ഉണ്ടാകുന്ന വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് ഇതെല്ലാം കളക്ടറേറ്റിൽ റിപ്പോർട്ട് ചെയ്താണ്. ഇത് 3 ഞങ്ങൾ റോഡ് സെൻറ്റ് 10 സെൻറ്റ് സ്ഥലത്ത് വീട് അനുഭവിച്ചിട്ടുണ്ട്. അതിനെ കൈവശമാക്കിയില്ല എന്നതാണ്. അതേസമയം കൈവശാവകാശ രേഖ ഉൾപ്പെടെയുള്ളവയുടെ പോരായ്മ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തതെന്നും ഇക്കാര്യം സംസാരിക്കുന്നതിനിടെ മനോജ് തന്നെ അപ്രതീക്ഷിതമായി ആക്രമിക്കുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് സെക്രട്ടറി VJ ജോജോ പറഞ്ഞു. അദ്ദേഹം ജില്ലാ കളക്ടറെയൊക്കെ ജാതി വിളിച്ചും അത് വേറെ രീതിയിൽ ആക്ഷേപിച്ച് സംസാരിച്ചു. ഇന്നലെ രാവിലെ അമ്മയായിട്ട് വന്ന് അവിടെ ഈ അമ്മ വിളിച്ചിരുത്തി കാര്യം പറയാൻ തുടങ്ങുന്നതും ഇദ്ദേഹം എന്തോ ഒരു ചോർത്തിനകത്തായിട്ട് കുഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് പെട്ടെന്ന് അമ്മയുടെ അടുത്ത് വിളിച്ച് കാര്യം പറയാൻ ഇത് ജില്ലാതല അദാലത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി ഇതുപോലുള്ള ലൈഫിൻ്റെ അപേക്ഷ ഇല്ലെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് പറയാനായിട്ട് ഒരുങ്ങുന്ന സമയത്തിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം ആക്രമിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ഓഫീസ് അടച്ച് ജീവനക്കാർ പുറത്ത് പ്രതിഷേധവുമായി രംഗത്തെത്തി. മുരിക്കാശ്ശേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് 18 ഇടുക്കി. മരണ വീടുകളും കല്യാണ വീടുകളും കേന്ദ്രീകരിച്ച് മോഷണമുണ്ടാകുന്നത് പണ്ടേ കേൾക്കാറുള്ളതാണ്. ഇങ്ങനെ മരണ വീടുകൾ മാത്രം ലക്ഷ്യമിട്ട് കവർച്ച നടത്തുന്ന ഒരു യുവതിയുണ്ട് കൊല്ലത്ത്. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശിനി റിൻസി കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ ഒരു മരണ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർച്ച ചെയ്ത കേസിൽ പ്രിൻസി പോലീസിന്റെ പിടിയിലായി. സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ യുവതി. ഈ മാസം 19 രാവിലെ 11 മണിക്ക് ഈസ്റ്റ് ഓക്കലിലാണ് സംഭവം. ഈസ്റ്റ് ഓക്കൽ സ്വദേശി പൗലോസിന്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്കിടെയാണ് ഇവർ മോഷണം നടത്തിയത്. കിടപ്പുമുറിയിലെ കട്ടിലിന്റെ അടിയിൽ പൗലോസിന്റെ സഹോദരന്റെ ഭാര്യ ലിസയുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 45 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും 90 കുവൈറ്റ് ദിനാറും ഇവർ കവർന്നെടുത്തു. പൗലോസിന്റെ അമ്മയുടെ മൃതശരീരം സംസ്കാരത്തിനായി പള്ളിയിലേക്ക് കൊണ്ടുപോയ സമയത്താണ് പ്രതി റിൻസി മോഷണം നടത്തിയത്. മുഖത്ത് മാസ്ക് ധരിച്ച് മുറിക്കുള്ളിൽ കടന്ന പ്രതി ബാഗിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും മോഷ്ടിച്ച് കടന്നുകളയുകയായിരുന്നു. CCTVകൾ കേന്ദ്രീകരിച്ച് പെരുമ്പാവൂർ പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിൽ ഇവരെ എറണാകുളത്ത് നിന്നും അറസ്റ്റ് ചെയ്തു.
പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പും നടത്തി. സ്വർണവും പണവും അടക്കം 3,20,000 രൂപയിലധികം വില വരുന്ന മുതലുകളാണ് ഇവർ കവർച്ച ചെയ്തത്. മരണവീടുകൾ കേന്ദ്രീകരിച്ച് മാത്രം മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറയുന്നു. പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പെരുമ്പാവൂർ. മലപ്പുറം വളാഞ്ചേരിയിലെ KSFE ശാഖയിൽ നിന്ന് മുക്കുപണ്ടം പണയം വെച്ച് നടത്തിയത് കോടികളുടെ തട്ടിപ്പാണ്. KSFEയിലെ ഓഡിറ്റിംഗ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്തിയത്. ഈ തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരൻ ശാഖയിലെ ഗോൾഡ് അപ്രൈസർ രാജനാണെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിൽ 1 കോടി രൂപ തട്ടിയെടുത്തുന്ന പരാതിയിൽ മലപ്പുറം കൊളത്തൂർ സ്വദേശി രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റ് 5 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. KSFE വളാഞ്ചേരി ശാഖയിൽ നിന്ന് 221 പവൻ മുക്കുപണ്ടം പണയം വെച്ച് 1 കോടിയിലധികം രൂപ തട്ടിയെന്നായിരുന്നു ശാഖാ മാനേജരുടെ പരാതി. 7 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് എന്നാണ് കണ്ടെത്തൽ. KSFEയിലെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്തിയത്. പ്രതികൾ സമാനമായ രീതിയിൽ പലതവണ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. KSFEയിലെ വളാഞ്ചേരി ശാഖയിൽ നിന്നും മുക്കുപണ്ടം പണയം വെച്ച് 1 കോടി രൂപ തട്ടിയെടുത്തു എന്ന പരാതിയിൽ ശാഖയിലെ മുൻ ഗോൾഡ് അപ്രൈസർ മലപ്പുറം കൊളത്തൂർ സ്വദേശി രാജനെയാണ് വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മറ്റ് 5 പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 28-നും ഈ വർഷം ജനുവരി 18-നും ഇടയിൽ KSFE വളാഞ്ചേരി ബ്രാഞ്ചിലെ 10 അക്കൗണ്ടുകളിൽ ആയാണ് പണയം വെച്ചത്. കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ മറവിൽ കവർച്ചയും പതിവാണ്. റോഡ് നിർമ്മാണത്തിനുള്ള സാമഗ്രികളാണ് കവർച്ചാ സംഘങ്ങളുടെ ലക്ഷ്യം. ഇങ്ങനെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാമഗ്രികൾ കവർച്ച ചെയ്ത കേസിൽ 3 പേരെ ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ആറന്മുള സ്വദേശി മനോജ്, കല്ലമ്പല സ്വദേശി വിമൽ രാജ്, വർക്കല സ്വദേശി മനോജ് എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരം കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള NH66 നിർമ്മാണത്തിനായി കരാർ കമ്പനി സൂക്ഷിച്ചിരുന്ന മെറ്റലുകൾ, കമ്പികളടക്കമുള്ള ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന നിർമ്മാണ സാമഗ്രികളാണ് സംഘം കവർച്ച ചെയ്തത്. ആറ്റിങ്ങൽ, കൊല്ലമ്പുഴ, മാമം ഭാഗങ്ങളിലെ യാർഡുകളിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളാണ് സംഘം കവർന്നത്. ദേശീയപാതയുടെ കരാർ കമ്പനിയായ RDFന്റെ മുൻ ജീവനക്കാരനായിരുന്നു പത്തനംതിട്ട സ്വദേശിയായ മനോജ്. കമ്പനിയിൽ നടത്തിയ ക്രമക്കേടുകളെ തുടർന്നാണ് കമ്പനി ഇയാളെ പുറത്താക്കിയത്. മനോജും സുഹൃത്ത് വിമൽ രാജും ഈ കേസിൽ ഇനി പിടികൂടാനുള്ള കമ്പനിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ജീവനക്കാരനായ ബീഹാർ സ്വദേശിയുമായി ചേർന്ന് കഴിഞ്ഞ ഏറെ നാളുകളായി നിർമ്മാണ സാമഗ്രികൾ മോഷണം ചെയ്തു വരികയായിരുന്നു. മോഷ്ടിച്ചെടുത്ത സാധന സാമഗ്രികൾ സ്വകാര്യ നിർമ്മാണ കമ്പനികൾക്കും സ്വകാര്യ യാർഡുകളിലും പകുതി വിലയ്ക്ക് വിറ്റു എന്നാണ് പ്രതികളുടെ മൊഴി. GSP എങ്ങനെ ഓട്ടോ സാധനം കിട്ടുമോ? സാധനം ഞാൻ തരാം. എത്ര രൂപ കിട്ടുമെന്ന് നോക്ക്. അത് എങ്ങനെ കമ്പനി വരുന്നതാ? നീ എന്തിനാ ഈ മൊത്തം ഡീറ്റെയിൽ ചോദിക്കുന്നത്? നിനക്ക് GSP എടുക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ. 20 ലോഡ് തരാം. 20 ലോഡ് GSP? ആ എടുക്കാം. അവർക്ക് ഡെയിലി പൈസ കൊടുക്കണം. ഡെയിലി പൈസ കൊടുക്കണോ? ആ എത്ര രൂപ ഡെയിലി സെറ്റ്. അതാ നീ എത്ര കൊടുക്കുമെന്ന് പറ. പറ വില പറയാം. ഞാനാണോ GSP വില പറയണ്ടത്? 20 രൂപ കൊടുക്കണം അവർക്ക്. 20,000 രൂപ? ആ നീ ഒന്ന് ശ്രമിച്ചു നോക്കാം. ആദ്യം ഒന്ന് നീ ഉടനെ ഇല്ലെന്ന് പറയാം. ഒരു പണി തരുമ്പോ പണി എടുക്കാൻ പറ്റത്തില്ല. പണി എടുക്കാൻ പറ്റത്തില്ല. ആ സാധനം ഞാൻ ഇപ്പൊ കറക്റ്റ് ചെയ്യാന്ന്. എത്ര ടോറസ് 10 വീലാണോ വരുന്നത്? 10 വീലിന് ദിവസം 20 ലോഡ് വെച്ച്. ലോറികളും എക്സ്കവേറ്ററും ഉപയോഗിച്ചാണ് പ്രതികൾ മോഷണം നടത്തിയത്. പ്രതികൾ ദേശീയ ഹൈവേയുടെ പണിക്കാരാണെന്ന് കരുതി പോലീസ് ഈ മോഷണങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് 18 തിരുവനന്തപുരം.
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാകുമ്പോൾ ചോദ്യശരങ്ങൾ ഉയരുന്നത് സർക്കാരിനോടാണ്. ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി വന്നതോടെ സംസ്ഥാന സർക്കാർ ഇനി മറുപടി പറയേണ്ടി വരും. ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടിയായി സർക്കാർ എന്താണ് സ്വീകരിക്കുന്നത്? റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കാൻ ആവശ്യപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വനിതാ കമ്മീഷനെയും കേസിൽ കക്ഷി ചേർത്തു. ഹർജി അടുത്ത മാസം 10-ന് വീണ്ടും പരിഗണിക്കും. അതിനിടെ സിനിമാ സംഘടനകൾക്കെതിരെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരികയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. റിപ്പോർട്ടിന്മേൽ തുടർ നടപടിയായി സർക്കാർ എന്താണ് സ്വീകരിക്കുന്നത്? കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങൾ അല്ലേയെന്നും മൊഴി തന്നവരുടെ പേരുകൾ സർക്കാരിന്റെ പക്കലുണ്ടോ എന്നും കോടതി ചോദിച്ചു. കോൺഫിഡൻഷ്യലാണെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. മൊഴി നൽകുന്നവർക്ക് നേരിട്ട് മുൻപിൽ വരാൻ താൽപര്യമുണ്ടോ എന്നും കോടതി ചോദിച്ചു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിൽ പരിമിതിയുണ്ടെന്ന് സർക്കാർ മറുപടി നൽകി. കേസെടുക്കണമെന്ന ആവശ്യത്തിൽ മൊഴി നൽകിയാൽ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. അതിനിടെ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പുകൾ ഉണ്ടെന്നും സിനിമാ മേഖലയിലെ കുറച്ചാളുകൾ മോശമായി പെരുമാറുന്നവരാണെന്നുമുള്ള വെളിപ്പെടുത്തലുമായി സിനിമാ സീരിയൽ നടി ഉഷ ഹസീന. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്നും പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറാകണമെന്നും ഉഷ പറഞ്ഞു. ഇപ്പോഴും ഞാൻ പറയുന്നത് പുതിയ കാലഘട്ടത്തിലുള്ള പിള്ളേർ അവരെക്കുറിച്ചല്ല. ഈ മൊഴി കൊടുത്തിരിക്കുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് പഴയ ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് പുതിയ ആൾക്കാരുടെ സിനിമകളിൽ ആണ് ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പഴയ ആൾക്കാരാണ് എൻ്റെ അവസരങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ പുതിയ ആൾക്കാരുടെ സിനിമകൾ സജീവമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇത്രയും തുറന്നു പറഞ്ഞതുകൊണ്ട് ഇനിയും സിനിമകൾ നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതിൽ ബോധർ ചെയ്യുന്നില്ല. കാരണം നമ്മൾ 10 പിള്ളേരെ പഠിപ്പിച്ചിട്ടാണെങ്കിലും ജീവിക്കും. സിനിമാ സംഘടനകൾ മുഴുവൻ മൌനം പാലിക്കുന്നത് ആർക്കുവേണ്ടിയാണെന്ന നിർമ്മാതാവ് സാന്ദ്ര തോമസ്. റിപ്പോർട്ടിൽ സംഘടനകൾ നിലപാട് വ്യക്തമാക്കണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. മലയാള സിനിമ പൊതുസമൂഹത്തിനു മുന്നിൽ അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണെന്നും ഇനിയും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞില്ലെങ്കിൽ പൊതുസമൂഹം കല്ലെറിയുമെന്നും കുറിപ്പിൽ വ്യക്തമാക്കി. കമ്മീഷന് മുൻപാകെ വന്നിട്ടുള്ള പരാതികളും മൊഴികളും അർഹിക്കുന്ന ഗൌരവത്തോടെ സമീപിക്കണമെന്ന സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. നിശബ്ദത ഇനിയും പരിഹാരമാകില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് 18 കൊച്ചി. അപകടം വിതയ്ക്കുന്ന ലോൺ ആപ്പുകളെ കരുതിയിരിക്കുക. ജാഗ്രത കാണിച്ചില്ലെങ്കിൽ ജീവിതം തന്നെ തകരുമെന്ന ഓർമ്മപ്പെടുത്തലാണ് പെരുമ്പാവൂർ കുറുപ്പമ്പടിയിലെ യുവതിയുടെ ആത്മഹത്യാ കേസ്. കുറുപ്പമ്പടിയിൽ യുവതി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സൈബർ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി 15 പേരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചു. അതിനിടെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് ഇത്തരം സൈബർ കെണികൾക്കെതിരെ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തട്ടിപ്പുകളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് നിരന്തരമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെന്നും ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്നും ജില്ലാ പോലീസ് മേധാവി വൈഫ് സക്സേന പറഞ്ഞു. തട്ടിപ്പ് സംഘങ്ങളുടെ കെണിയിൽ അകപ്പെടാതിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ചതിയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസുമായി ബന്ധപ്പെടണമെന്നും 1930 എന്ന നമ്പറിൽ പരാതി നൽകാമെന്നും അറിയിപ്പുണ്ട്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും വലിയ